ജോസ് കെ മാണി വിഭാഗത്തിലെ അതൃപ്തരുണ്ടെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് മോഹൻ ജോസഫ് MLA. അതൃപ്തർ നിലപാട് വ്യക്തമാക്കി പുറത്തു വരണം, അവരെ പോയി പിടിച്ചുകൊണ്ട് വരാനില്ലെന്നും മോഹൻ ജോസഫ് 24നോട്. ഞങ്ങളിപ്പം അവിടുന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നും ഇപ്പുറത്ത് കേരള കോൺഗ്രസിലേക്ക് MLA-മാരെ പിടിച്ചുകൊണ്ടുവരാനെന്നും അങ്ങനെ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും പോകാൻ പ്രത്യേകിച്ചും ഒരു ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രബുദ്ധതയുടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളതിനൊന്നും അവിടെ അസംതൃപ്തിയൊക്കെ ഉണ്ടെന്ന് ഞങ്ങൾക്കും അറിയാം. അതൊക്കെ ഒരു പാർട്ടി എന്ന നിലയിൽ അവർ തലത്തിൽ നിൽക്കുന്നു. അത് അങ്ങനെ ആർക്കെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ അവരും നിലപാട് വ്യക്തമാക്കി പുറത്തു വരട്ടെ. അതല്ലാതെ ഞങ്ങളിപ്പോൾ അവിടെ ആരുടെയെങ്കിലും പോയി അവിടെ ഒരു അതൃപ്തിയുള്ള ഒരാളുണ്ട്, ആളെ പോയി പിടിച്ചേക്കാമെന്ന് പറഞ്ഞ് പോകുന്ന വില കുറഞ്ഞ രാഷ്ട്രീയത്തിനൊന്നും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ടോബി, ഇന്നലെ അദ്ദേഹം നമ്മുടെ എൻകൗണ്ടർ സ്പെഷ്യൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് ജോസ് കെ മാണി വിഭാഗം ഈ UDF-ലേക്ക് വരുന്നതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും വിഷമമില്ല എന്നാണ്. അപ്പോൾ ഇപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ ചൂടുമാറ്റം എന്തെങ്കിലും ഉണ്ടായോ ഇക്കാര്യത്തിൽ? SK ആ കാര്യം കുറച്ചും കൂടി വ്യക്തമാക്കി പറയുകയാണ്. അതായത് നിലവിൽ UDF വിപുലീകരണത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം സംസാരിക്കുമ്പോഴും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാടാണ് ഒരു ആശങ്കയായിട്ട് നിന്നിരുന്നത്. എന്നാൽ ജോസഫ് വിഭാഗം അവരുടെ നിലപാട് മയപ്പെടുത്തി എന്നുള്ളതാണ് ഇന്നലെ SKന്റെ സ്പെഷ്യൽ എൻകൗണ്ടറിലും അതുപോലെ തന്നെ നമ്മളോട് ഇപ്പോൾ നടത്തിയ പ്രതികരണത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതായത് മുൻപ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരികയേ വേണ്ട എന്നുള്ളൊരു നിലപാടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതല്ല, അതിനപ്പുറത്തേക്ക് UDF-നെ ശക്തിപ്പെടുത്താനുള്ള നടപടിക്ക് ഒപ്പം നിൽക്കുമെന്നാണ് മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരെയും പോയി ചാക്കിട്ട് പിടിക്കാനല്ല, അതായത് അങ്ങോട്ട് പോയി ആരെയെങ്കിലും കൊണ്ടുവരാൻ തയ്യാറല്ല. പക്ഷേ അതൃപ്തരായിട്ടുള്ളവർ വരികയാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നിരിക്കുന്നു. അതായത് ഒരു നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട് ജോസഫ് വിഭാഗം. ഇതും UDF-ന്റെ ഈ നീക്കങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് പഴയതുപോലെ ഈ മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും, അതായത് മാണി ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വരികയാണെങ്കിൽ അവരെ ജോസഫ് വിഭാഗത്തിൽ ലയിപ്പിച്ച് ഒപ്പം കൂട്ടാനായിരിക്കും കോൺഗ്രസും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ സീറ്റ് വിഭജനമൊക്കെ അവർക്ക് കാര്യമായിട്ട് നടത്താൻ സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് രണ്ട് പാർട്ടിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ ക്ലെയിമുകൾ ഉണ്ടാകും, അത് UDF-ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, കോൺഗ്രസിന് വിട്ടുവീഴ്ചകൾക്ക് പോകേണ്ടി വരും. എന്തായാലും ആ കാര്യത്തിൽ മോൻസ് ജോസഫ് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ജോസഫ് വിഭാഗം എടുത്തിരിക്കുന്ന നിലപാട് വ്യക്തമാണ്. ആരുടെയും പിന്നാലെ പോകുന്നില്ല. പക്ഷേ ജോസഫ് ഗ്രൂപ്പിലേക്ക് വരാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ സ്വീകരിക്കും. അത്തരത്തിൽ നല്ല മനസ്സുള്ളവരുണ്ട് എന്നുള്ളൊരു നിലപാട് കൂടി ഇപ്പോൾ മോൻസ് ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ജോസ് കെ മാണി ഇപ്പോൾ പാലായിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയതാണ്. അതിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇടതുപക്ഷം എന്ന് എഴുതാൻ ആദ്യം മറന്നുപോകുന്നു, പിന്നീട് ആ പോസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നു. എന്തായാലും അത് നേരിട്ട് എന്താണ് തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്, LDF-നൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം തുറന്നു പറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. LDF നേതാക്കൾ ഇതിനോടകം തന്നെ പലരുമായി, ജോസ് കെ മാണി അടക്കമുള്ളവരുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. റോഷിയുമായി ആശയവിനിമയം നടത്തിയതായിട്ട് അറിയുന്നുണ്ട്. അങ്ങനെ LDF-ൽ ഇവിടെ പിടിച്ചു നിർത്താനുള്ള നീക്കങ്ങൾ CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 16-ാം തീയതിയാണ് നിർണായകമായിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി ഉള്ളത്. അതിനു മുമ്പ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. താഴെത്തട്ടിലുള്ള നേതാക്കളോട് പരസ്യ പ്രതികരണത്തിലേക്ക് പോകരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും വരികയാണെങ്കിൽ ഒറ്റക്കെട്ടായ ഒരു നിലപാട് പറയാനാണ് പാർട്ടി കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.